നമ്മൾ ചെല്ലനോടത്ത് പ്യാരി ഏട്ടാ പ്യാരി എന്നൊക്കെ വിളിക്കാൻ നേരത്ത് നമുക്ക് വലിയ സന്തോഷമാണ് കിട്ടണം. അത് ഇന്നലെ വന്നവൻ കുറേ കാലമായിട്ടുള്ള ആർട്ടിസ്റ്റ് അതൊന്നുമില്ല. പുതുതായിട്ട് വന്ന ഒരാളാണെങ്കിലും അവനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ചോർത്തെടുക്കാൻ എല്ലാവരും കൂടെ നിൽക്കും. ഞാൻ ചെറുപ്പം തൊട്ടേ നാട്ടിൽ ചെറിയ നാടകങ്ങളും ചെറിയ മിമിക്രിയും സ്കൂൾ തലം തൊട്ടേ ഉണ്ട്. ഇതിൽ ഇപ്പോൾ ഈ പേരിൽ തന്നെ കളക്ടറും ആവും, എഞ്ചിനീയറും ആവും, കള്ളുകൂടിയനും ആവും, ജഡ്ജിയും ആവും, എല്ലാം ആവും. അപ്പം അതൊരു വെറൈറ്റി ആയി കണ്ടുകൊണ്ടാണ് ഈ പ്യാരി എന്നുള്ളതും സത്യശീലൻ കോയൊക്കെ ആളുകളുടെ ഉള്ളിൽ കയറിയത്. അതിനുശേഷം കുറേ ചെറിയ ചെറിയ ക്യാരക്ടർ എനിക്ക് കിട്ടി. വിജയപടങ്ങളുടെ ഭാഗമാകാനും പറ്റി. കാരണം അവരുടെ ഭാഷയാണ് എൻ്റെ ഭാഷ, അവരുടെ ഗന്ധമാണ് എൻ്റെ ഗന്ധം. അപ്പം ആ നാട്ടിൽ ജനിച്ചത് കൊണ്ടാണ് എനിക്കിവിടെ ഇരിക്കാനും അതിലെത്താനും ഒക്കെ പറ്റിയത്. അപ്പം അന്ന് സദ്യ കഴിക്കുക, വൈകുന്നേരം ഒരു സ്റ്റൂളിൻ്റെ പുറത്തൊരു വിളക്കൊക്കെ കത്തിച്ചു വെച്ച് എല്ലാവരും കൂടി കൈകൊട്ടിപ്പാടി കളിക്കുക. എല്ലാ മലയാളികൾക്കും നോമിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പറയുന്നതിനേക്കാളും സ്ക്രീൻ നെയിം പറയുമ്പോഴായിരിക്കും ഒരുപാട് ആൾക്കാർക്കും മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ സ്വാഗതം ചെയ്യുന്നു സലിമേട്ടൻ അഥവാ പ്യാരിജാദ്. നമസ്കാരം ചേട്ടാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇപ്പൊ ഞാൻ പ്യാരിജാദ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, സന്തോഷമല്ലേ ഉള്ളൂ. കാരണം നമ്മൾ ആ പേരിലാണ് ഈ ഫേസ് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ളത് ഞങ്ങൾക്ക്. അപ്പോ ശരിക്കും ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നുണ്ടോ ഇത്? നമ്മളൊരു പ്രോഗ്രാമിൽ എത്തിച്ചേരുക, അതിൽ നമ്മൾ ചെയ്ത ക്യാരക്ടറിൻ്റെ പേരിൽ അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ഏറ്റവും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ പേര് ഇപ്പം എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മാത്രം അറിയാൻ പാടുള്ളൂ എന്ന് തോന്നുന്നു. പ്യാരി എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും അറിയുള്ളൂ. നമ്മൾ ചെല്ലനോടത്ത് പ്യാരി ഏട്ടാ പ്യാരി എന്നൊക്കെ വിളിക്കാൻ നേരത്ത് നമുക്ക് വലിയ സന്തോഷമാണ് കിട്ടണം. അപ്പോൾ ആ ക്യാരക്ടറിനെ ഏറ്റെടുത്തതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മലയാളികളോടുള്ള നന്ദിയും കടപ്പാടും ആദ്യം തന്നെ അറിയിക്കുന്നു. ഓക്കെ, ഞാൻ ആ പേരിൽ നിന്ന് തുടങ്ങിയോണ്ടാണ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയത്. എന്തൊക്കെയാണ് ഓണം വിശേഷങ്ങൾ? ഓണം പ്രോഗ്രാംസ് ഉണ്ട്, ഒരുപാട് ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനങ്ങളുണ്ട്, ഓണം പ്രോഗ്രാമുണ്ട്. പിന്നെ മറിമായത്തിൻ്റെ മുഴുവൻ ആർട്ടിസ്റ്റുകളുടെയും ഫാമിലി, വൈഫും മക്കളും ഒക്കെ കൂടിയുള്ളൊരു ടോക്ക് ഷോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓണത്തിന് ടെലികാസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓണം സന്തോഷകരമായ ഓണമാണ് ഇത്തവണ. എപ്പോഴും എല്ലാ വർഷവും ഇങ്ങനെ മറിമായം ടീമിൽ ഇതേപോലെ ഒരു ഓണം ആഘോഷം ഉണ്ടാവാറുണ്ടോ? ഇതുപോലെ ഫാമിലിനെ പങ്കെടുപ്പിച്ചിട്ട് ഇത് ആദ്യമാണ്. ഞങ്ങൾ 15 വർഷമായി. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ തന്നെയാണ്. കാരണം മറിമായം തുടങ്ങുമ്പോൾ ഞങ്ങൾ പലരും വിവാഹം കഴിച്ചിട്ടില്ല. ഇപ്പോൾ അവർക്ക് മക്കളായി, അവരുടെ മക്കൾക്ക് 10ഉം 15ഉം വയസ്സായി. അപ്പോൾ എല്ലാവരെയും തമ്മിൽ അറിയാം, എല്ലാവരുടെ ഭാര്യമാരും തമ്മിലറിയാം, എല്ലാവരുടെ കുടുംബം അറിയാം, എല്ലാവരുടെ മക്കളുമായിട്ട് നല്ല ബോണ്ടിങ് ആണ്. അപ്പോൾ വളരെ മനോഹരമായൊരു പ്രോഗ്രാമായിരുന്നത്. കാരണം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കയറി, അത് കേരളത്തിൽ തന്നെ ഒരു പ്രോഗ്രാം 10-15 കൊല്ലം നിൽക്കുക, അതിൻ്റെ ആർട്ടിസ്റ്റുകളായിട്ട് നല്ല ഐക്യത്തോടെ നിൽക്കുക, അവരുടെ കുടുംബങ്ങളും ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറയണത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ മറിമായത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പോലും നിങ്ങളെല്ലാവരെയും ആ ഒരു അത്രയും ബോണ്ടിങ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ കോമഡിയൊക്കെ ഇത്രയും വർക്ക് ആവുന്നത്. നല്ല ബോണ്ട് വരുമ്പോഴാണല്ലോ കോമഡി. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നു ചേർന്നത് ഒരു ജാടയോ തലക്കനോ ഇല്ലാത്ത നല്ല മനുഷ്യരാണ്. ഞാൻ എന്നെയല്ല പറയണത്, കാരണം എല്ലാ ജില്ലകളിൽ നിന്നും ഒരാളേ ഉള്ളൂ. കേരളത്തിന്റെ ഒരു സംസ്കാരമാണ് മറിമായി. എല്ലാ ഭാഷയും, കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂരും പാലക്കാടും എറണാകുളവും തിരുവനന്തപുരം എല്ലാം ചേർന്നിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ കലയോട് ആഗ്രഹം പ്രകടിപ്പിച്ച് ഇതിലെത്തിച്ചേരണമെന്നും പറഞ്ഞ് നടന്ന് ഒന്നും ആകാതെ ഇരുന്നവരുടെ ഒരു കൂടിച്ചേരലായിരുന്നു. അതിലെന്തോ ഒരു മാജിക്ക് സംഭവിച്ചത് ജനം ഇത്രയും കാലം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ ആളുകളെ വെറുപ്പിക്കാതെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പം അത് നല്ല രീതിയിൽ പോവുകയാണ്. തീർച്ചയായും ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ഈ ഉള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൂടി ചെയ്യുന്നവരാണ്. കാരണം ഞാൻ ചേട്ടൻ്റെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുള്ളതാണ്. ചേട്ടനെ, അതായത് നിയാസ് ചേട്ടനും മണിയണ്ണ ചേട്ടനും ഒക്കെയാണ് ചേട്ടനെ കുറച്ചുകൂടി കുറെ കൂടി അവനും നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, അത് ചേട്ടൻ്റെ ഉള്ളിലെ ടാലന്റിനെയൊക്കെ കണ്ടുപിടിച്ചതും ഒക്കെ. അപ്പൊ തമ്മിൽ ഈഗോ പോലും ഇല്ലാത്ത കലാകാരന്മാരാണ്. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ ഇപ്പൊ സീനിയർ ആർട്ടിസ്റ്റുകളാണ്, അവർക്കത് ചെയ്യാൻ കെൽപ്പുണ്ടെങ്കിലും നമ്മൾക്കതിൽ സാധ്യത കാണുകയാണെങ്കിൽ അത് നീ ചെയ്തോന്ന് പറയുവർ, ചെയ്തോന്ന് പറയുകയും സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യും. അത് ഇന്നലെ വന്നവൻ കുറെ കാലമായിട്ടുള്ള ആർട്ടിസ്റ്റ് അതൊന്നുമില്ല.
പുതുതായിട്ട് വന്ന ഒരാളാണെങ്കിലും അവനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ചോർത്തെടുക്കാൻ എല്ലാവരും കൂടെ നിൽക്കും. തീർച്ചയായും. ഇപ്പൊ ഒരാളുടെ സീൻ അവിടെ നടക്കുമ്പോൾ മറ്റുള്ളവർ വിശ്രമിക്കൂല. അത് ഇതുപോലെയൊക്കെ കണ്ടിരുന്നുണ്ട് അവരുടെ കോൺട്രിബ്യൂഷനും കൂടി തന്ന് അത് എത്രയോ മനോഹരമാക്കാൻ പറ്റും അത്രയും മനോഹരമാക്കും. അതാണ് ആ ഒരു കൂട്ടായ്മയുടെ ഒരു ബലം. അപ്പോൾ ഇംപ്രവൈസേഷൻ ഒക്കെ അവിടെ നടക്കാറുണ്ട്? ഇംപ്രവൈസേഷനേ നടക്കാറുള്ളൂ. കാരണം നമ്മൾ പറയുന്ന ഡയലോഗൊന്നും ഒരാൾക്ക് എഴുതി തരാൻ പറ്റണ. രാവിലെ ചെന്ന് നമ്മളൊരു ക്യാരക്ടർ ഏറ്റെടുത്താൽ അതിൻ്റെ എന്ത് കോസ്റ്റ്യൂം ധരിക്കണം, എന്ത് പറയണം, എത്തരത്തിലുള്ള ആളാണത് എന്നൊക്കെ തീരുമാനിച്ച് നമ്മളങ്ങോട്ട് പെരുമാറുകയാണ്. ഈ ലൈവാണല്ലോ ഇതുപോലെ. അല്ലാതെ അവിടെ നിന്ന് വിളിച്ചു പറയാനൊന്നും ആരുമില്ല. ഞാനിപ്പോൾ ഒരു പ്യാരിയായിട്ട് ഒരു മീൻകാരനാണെങ്കിൽ ഞാൻ വൈകുന്നേരം വരെ ആ മീൻകാരൻ തന്നെയാണ്. വേറൊരു സംഭവം അവിടെ ഇല്ല. അങ്ങനെ ഓരോരുത്തരും അവരവർ കണ്ട് മറന്ന അല്ലെ അവരവരുടെ നാടുകളിൽ കണ്ട ആളുകൾ അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് അതുപോലത്തെ വേഷവും ധരിച്ച് വന്നങ്ങടെ ആടെയാണ്. അതാണ് മറിമായത്തിൽ ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് ചുറ്റുപാടും ഉള്ളവരെ പോലെയാണ് ഇത് തോന്നുന്നത്. ചേട്ടൻ പറഞ്ഞില്ലേ ഇത് ശരിക്കും ഒരു മാജിക് ആണെന്ന് ആൾക്കാർ ഏറ്റെടുത്ത്. പക്ഷെ അതിൽ എനിക്കൊരു തിരുത്തുണ്ട്. മാജിക് അല്ല, നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്കാണ്. ഉണ്ടാവും. കാരണം ഇപ്പം നമ്മളെ കാണാൻ ടാലന്റഡ് ഉള്ള ഒരുപാട് ആളുകൾ ഇതിന്റെ ക്യാമറക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടാവില്ല. അവർക്ക് അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് നമ്മുടെ ദൈവഭാഗ്യം കൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടുകയും അതിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാകുകയും ചെയ്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെ നിങ്ങൾ അംഗീകരിക്കണമെന്നേ ഉള്ളൂ. നമ്മളെ തിന്നണ പോലത്തെ ആളുകൾ ഇത് കണ്ടിരിപ്പുണ്ട്. ഇതിലൊന്നും എത്താൻ കഴിയാമല്ലോ ദൈവമേ എന്ന്. അപ്പം അതിൽ കമൻറ്റുകൾ കാണാമല്ലോ. നമ്മളുടെ എപ്പിസോഡിൻ്റെ അടിയിൽ ഞങ്ങൾക്കൊരു അവസരം എന്താ, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പുതിയ പിള്ളേർ വരണമെന്ന് നമ്മളെ ഞെട്ടിച്ചു കളയണേണ്. കാരണം ഞങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ട് മറിമായത്തിന്റെ ഒരു ഭാഗം. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾക്ക് എത്താൻ പറ്റും. ഇപ്പം ഇതൊക്കെ വയസ്സാവുമല്ല, ഓരോരുത്തരും വയസ്സാകും. ഇത് കൊണ്ടാണ് ഇപ്പം മറിമായം ജനം ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ന്യൂജനും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഇതിൽ അവസരമുണ്ട്. അത് ഞാനിപ്പോൾ മനോരമയുടെ ഒരു പ്രോഗ്രാമായോണ്ട് ഇതിലിരുന്ന് പറയാൻ പാടില്ലല്ലോ. അതിന് പ്രൊഡ്യൂസറുണ്ട്, ഒരു ചാനലുണ്ട്. നമ്മൾ അമിതമായിട്ട് ആഗ്രഹിച്ച് എത്തിപ്പെടും, അതിലൊരു തർക്കവും. ഇപ്പോ ചേട്ടാ ഇപ്പൊ ഇത് ചേട്ടൻ ആക്ച്വലി ആക്ടിങ് ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് അല്ലേ? അതായത് ചേട്ടൻ ഫസ്റ്റ് വാർഡ് മെമ്പർ ആയിരുന്നു. അപ്പോ ചേട്ടൻ അഭിനയത്തിലേക്ക് കാലു വെച്ചപ്പോ എങ്ങനെയായിരുന്നു നാട്ടുകാരെല്ലാവരുടെയും ഒരു പ്രോത്സാഹനം? ഞാൻ ചെറുപ്പം തൊട്ടേ നാട്ടിൽ ചെറിയ നാടകങ്ങളും ചെറിയ മിമിക്രിയും സ്കൂള് തലം തൊട്ടേ ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ജീവിത പശ്ചാത്തലം അന്നത്തെ സാഹചര്യമൊക്കെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലായിരിക്കുകയും അവസരങ്ങളില്ലാതിരിക്കുകയും ഇന്നത്തെ പോലത്തെ ഓപ്പർച്യൂണിറ്റികളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളത് ഉള്ളിൽ ഒതുക്കി നമ്മൾ ആഗ്രഹത്തിന് കടിഞ്ഞാണിട്ട് നിർത്തിയിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും പൊതുരംഗത്ത് നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടത് അങ്ങനെ ആയിപ്പോയതാണ്. ഇതിലെത്തിയപ്പോൾ നമ്മൾ എന്നെങ്കിലും എത്തും എന്നുള്ളതിൻ്റെ ഒരു അറിവ് നമ്മൾ ആർജിക്കണ്ടായി. കാരണം നമ്മൾ ഈ പൊതുരംഗത്ത് നിന്ന് ഇടപെടണം. അവരുടെ ദുഃഖങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ തമാശകൾ, അവരുടെ ജീവിത രീതികളൊക്കെ നമുക്കൊരു സ്കൂൾ ഓഫ് ഡ്രാമ പോലെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞാൽ ആ സിറ്റുവേഷനിലുള്ള ആരെങ്കിലും ഒരാളെ അവരുടെ ഡയലോഗോ അവരുടെ മാനസികാവസ്ഥയോ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് പെർഫോം ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ഈ നടന്ന കാലഘട്ടത്തിൽ ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് അവരുടെ ഒപ്പം ചേർന്ന് അവരുടെ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ ഇടപഴകിയുകൊണ്ട് നമുക്കൊരു ക്യാരക്ടർ പറഞ്ഞാൽ അതിനൊരു വെപ്രാളം തോന്നൂല. അങ്ങനത്തെ ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇതിലെത്തിയപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറയാനും സംസാരിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റിയത് ആ ഒരു എക്സ്പീരിയൻസ്. ഒരു പേടി ഉണ്ടായിരുന്നു തുടക്കത്തില്? ഒരു വൈക്ലഭ്യം തുടക്കത്തിൽ ഉണ്ടാവും നമ്മുടെ കണ്ണിലും ബോഡിയിലും ഒക്കെ ഉണ്ടാവും. അത് ഇല്ല നമ്മൾക്കൊരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവുമല്ലോ. നമുക്ക് ലുക്കില്ലേ, അല്ല നമ്മുടെ ഭാഷ കൊള്ളില്ലേ, അല്ല നമ്മുടെ വസ്ത്രം ശരിയല്ലേ, അല്ലെ ആളുകൾ ഇത് എടുക്കുവോ എന്നൊക്കെ ഉള്ളൊരു വൈക്ലഭ്യം എത്ര പത്മശ്രീ നടന്മാരും തുടങ്ങുമ്പോൾ ഉണ്ടാവും. അത് നമുക്ക് ആ കണ്ണിലും ഡയലോഗിലും ഒക്കെ അറിയാൻ പറ്റും. പിന്നെ വെള്ളത്തിൽ വീണാലല്ലേ നീന്താൻ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളതിൽ വീണാൽ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി നീന്തും. ഒരു 8-10 ദിവസമൊക്കെ നീന്തി കഴിയുമ്പോൾ നമ്മൾ എക്സ്പെർട്ട് നീന്തൽ താരമാവും. അത് ഉഗ്രൻ ടീമിന്റെ കൂടെയല്ലേ ചെന്ന് പെട്ടത്. ഇപ്പൊ അവര് തരണേന് തിരിച്ചു കൊടുക്കണേ ഉള്ളൂ നമ്മള്. അപ്പൊ നമ്മൾ നന്നായി പോണേണ് ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെയാണ് സംഭവം. വൈക്ലഭ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ എന്താണ് ഈ കാണിക്കണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ചേട്ടാ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് ചേട്ടൻ്റെ ഭാഷ എന്നുള്ളത്, ഭാഷയായാലും നമ്മുടെ ലുക്കായാലും എന്നൊക്കെ ഈ പ്യാരിജാതനിൽ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ആ ഒരേ രീതിയിലുള്ളൊരു ഭാഷയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇത് മാറ്റണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ട്, പലപ്പോഴും പല സമയത്തും മാറ്റിയിട്ടുണ്ട്. പക്ഷേ
ചില സ്ഥലങ്ങളിൽ ഇതാണ് നല്ലത്, ഇതാണ് നല്ലത്, പല സ്ഥലത്തും ഇതാണ് നല്ലത്. അപ്പൊ ആളുകൾക്ക് അത് കേൾക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ചിലപ്പോൾ അത് ടി വിയിലോ ഓഡിയോയിലോ കേൾക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടമാണ്. പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്ന ഭാഷ നല്ലതാണ്. എല്ലാവരും നല്ല വള്ളുവനാടനും നല്ല സ്ലാങ്ങും ഒക്കെ പറയാൻ നേരത്ത് അതിൻ്റെ ഇടയിൽ ഒരു ലോക്കല് നാടൻ കൊച്ചി കിടക്കണം നല്ലതാണെന്നുള്ളൊരു അഭിപ്രായം കൂടുതൽ വന്നുകൊണ്ട് അത് തന്നെ പറയും. റീസെന്റ് ആയിട്ട് വന്ന ഒരു ഇതിലെ, അതായത് അതൊരു ബംഗാളി പോലെ ഒരു ക്യാരക്ടർ ചെയ്തില്ല, പക്ഷെ അതിലും ആ പ്യാരിജാതന്റെ ആ ഒരു ടോണ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ അല്ലെങ്കിൽ ഞാനങ്ങനെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. വേണ്ട ചേട്ടാ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ക്യാരക്ടർ വരികയാണെങ്കിൽ നമുക്ക് മാറി ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മുടെ ടീമിൽ എല്ലാ ഭാഷയും മാറി മാറി ചെയ്യണവരുണ്ട്. അപ്പൊ അതുമായിട്ടൊരു മത്സരം വേണ്ടല്ലോ. നമ്മളുടെ കയ്യിൽ സേഫ് ആയിട്ടിരിക്കണ മറ്റേ വലിയ ആക്സിഡന്റ് ഇല്ലാത്ത വഴി കൂടി വണ്ടി ഓടിക്കാന്ന് ഓർത്ത് അങ്ങനെ കൊണ്ടുപോവുകയാണ്. പക്ഷെ ശരിക്കും ഞങ്ങൾക്ക് ഈ ഒരു സ്ലാങ്ങും ഈ ഒരു ആളിനെയാണ് ഇഷ്ടം. അപ്പൊ ആ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ത്രൂ ഔട്ട് ഇതിൽ ഈ ഒരു ക്യാരക്ടറാണല്ലോ, അതായത് ഈ ഒരു നെയിം ആണല്ലോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യാറില്ലേ? അത് ഇതിന്റെ ഒരു വിജയവും അതായിരിക്കുള്ളൂ. നമ്മൾ കണ്ട് മടുത്തിട്ടുള്ളത് പല പേരിൽ പല ക്യാരക്ടർ ചെയ്യണം. ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ണി ആർന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ്, ഉപ്പുമുളകൊക്കെ തുടങ്ങിയ ഡയറക്ടറാണ് ഇതും തുടങ്ങിയത്. അപ്പൊ ഉണ്ണിയേട്ടനൊരു നിർബന്ധം ഉണ്ടായി, എല്ലാവരും പോണ പോലെ പോകരുത്, ഇതിനൊരു വ്യത്യസ്തത വേണം. ഇപ്പൊ നീതുവിനത് ചോദിക്കാൻ തോന്നിയത് അതങ്ങനെ ഉണ്ടായത് കൊണ്ടല്ലേ. അപ്പൊ ഒരേ പേരിൽ ഇപ്പൊ ഈ പേരിൽ തന്നെ കളക്ടറും ആവും, എഞ്ചിനീയറും ആവും, കള്ളുകൂടിയനും ആവും, ജഡ്ജിയും ആവും, എല്ലാം ആവും. അപ്പൊ അതൊരു വെറൈറ്റി ആയി കണ്ടുകൊണ്ടാണ് ഈ പ്യാരി എന്നുള്ളതും സത്യശീലൻ കോയൊക്കെ ആളുകളുടെ ഉള്ളിൽ കയറിയത്. ഇപ്പൊ ഒരുപാട് പെർഫോം ചെയ്ത് പല പല പേരിലാണെങ്കിൽ ഇങ്ങനെ ഒരാള് ചിരപ്രതിഷ്ഠ നേടൂല ചിലപ്പോ, സിനിമ അല്ലാത്തത് കൊണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി പാറ്റേൺ പിടിച്ചതാണത്. അപ്പൊ ആർക്കും സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തൊരു പേരും എല്ലാവരിലും സത്യശീലൻ, ലോലിതൻ, മണ്ടോദരി, അങ്ങനെ ഉള്ള പേരുകളൊക്കെ അങ്ങനെ ആലോചിച്ച് തന്നെ ചെയ്തു വന്നതാണ്. ഇപ്പോ എല്ലാവരുടെയും, അതായത് നടൻ അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമാണോ മറിമായത്തിൽ ചേട്ടൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതോ? ഇല്ല, ഞാൻ തുടക്കത്തിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് വന്നത്. തുടക്കത്തിൽ ഞാൻ അങ്ങനെ ആക്ട് ചെയ്യില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിൽക്കാൻ പറഞ്ഞു തുടക്കത്തിൽ. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയും കൗണ്ടറുകൾ പറയുകയും ഇന്ന പോലെ പറയുക എന്നൊക്കെ ചെയ്തതൊക്കെ അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ വെറുതെ അല്ല ഭാര്യയിൽ പോണത്, ഞാനും ഫാമിലിയും കൂടെ. അപ്പോൾ അതിൽ പോയി മത്സരിച്ച ആളുകൾ ഫേസ് തിരിച്ചറിഞ്ഞു. അത് മത്സരം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും മറിമായത്തിൽ ചോദിച്ച് തിരിച്ചു വന്നപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ വരുമ്പോൾ എന്നെ നിയാസ് ബക്കർ അതുപോലെ മണിയേട്ടനൊക്കെയാണ്, നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണത് അതിൻ്റെ മുമ്പിലിരുന്നാൾ പറഞ്ഞാൽ പോരെ, അപ്പോൾ അത് നന്നാവും എന്ന് പറഞ്ഞിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെറിയ ചെറിയ ചെയ്യുകയും അത് ആളുകൾ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തതാണ് ഒരു പാരിജാതൻ്റെ രൂപപ്പെടലുണ്ടായത്. അതെ, പക്ഷെ ഈ ചെറിയ റോളിൽ നിന്ന് തന്നെ ഇപ്പോ മറിമായത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഫേസ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. മറിമായത്തിൽ എല്ലാവരും അവിഭാജ്യ ഘടകമല്ലേ. പിന്നെ അതിനോട് ചേർന്ന് നിൽക്കിയ ആളുകൾ അന്വേഷിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യണ ഒരാളാകാനുള്ളൊരു ഭാഗ്യം അവരുടെ കൂടെ ചെന്നുകൊണ്ട് കിട്ടി എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഈ കലാരംഗത്ത് എന്നെ കൊണ്ടുവന്നതും പിടിച്ചു നിർത്തിയതും സംരക്ഷിക്കണതും ഒക്കെ മഴവിൽ മനോരമയാണ്. എനിക്ക് വേണ്ടി തുടങ്ങിയൊരു ചാനൽ പോലെ ആയിപ്പോയി. ഞാനും വൈഫും മോളും കൂടി റിയാലിറ്റി ഷോയിൽ ഒരുപോലെ പങ്കെടുത്ത് ഇപ്പൊ 10-15 കൊല്ലമായിട്ട് മറിമായം കൊണ്ട് എനിക്ക് ജീവിതം കിട്ടി. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നൊരു ചാനലാണത്. അപ്പൊ ഏറ്റവും കടപ്പാട് എനിക്ക് മനോരമനോടാണ്. തീർച്ചയായിട്ടും അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഹാർഡ് വർക്കിന്റെ ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞിട്ട് സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും മണികണ്ഠൻ ചേട്ടനും കൂടെ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു, അതായത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മറിമായം ടീം ഒരു ഫിലിമിൽ വന്നാലോ എന്ന്. അപ്പോൾ സ്വന്തമായിട്ട് സിനിമ എടുത്തു. അപ്പോൾ എന്താണ് പുതിയ എന്തെങ്കിലും മൂവീസിലോട്ട് അവസരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? പുതിയ മൂവിയിൽ ഞാൻ ഹൃദയപൂർവ്വത്തിൽ ലാൽ സാറിന്റെ കൂടെ ചെയ്ത്, സർവ്വമായാലും നിവിൻപോളിയുടെ കൂടെ ചെയ്ത്, മകളിൽ ചെയ്ത്, അതുപോലെ ആലപ്പുഴ ജിംഖാനയിൽ ചെയ്ത്, അതിനുശേഷം കുറേ ചെറിയ ചെറിയ ക്യാരക്ടർ എനിക്ക് കിട്ടി. വിജയപടങ്ങളുടെ ഭാഗമാകാനും പറ്റി. പിന്നെ നമ്മൾ എഴുതി സംവിധാനം ചെയ്ത് പടം വരണമെങ്കിൽ കുറച്ച് ട്രാവലിംഗ് ഉണ്ട് അതിൻ്റെ പുറകെ. ഇപ്പം അടുത്തൊരു പദ്ധതി പൂർത്തീകരിച്ച് എഴുതി തീർത്ത്, അപ്പോൾ അത് എൻ്റെ ഒരു ഫൈനൽ ട്രാവലിങ്ങിലാണ്. അപ്പൊ അതിപ്പോ പറയാൻ പാകത്തിലായിട്ടില്ല. ഉടനെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പടം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓരോ തവണയും മറിമായം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ എടുത്താണ് അതൊരു സിറ്റ്കോം പോലെ ചെയ്യാറുള്ളത്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു പേടി തോന്നിയിട്ടുണ്ടോ, ഇത് ആൾക്കാർക്ക് വേറൊരു രീതിയിൽ കൊള്ളുമോ?
ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണവും ദോഷവും വിലയിരുത്തും. നമ്മൾ പറയണതിൻ്റെ സത്യത്തിൻ്റെ വശം നമ്മൾ അന്വേഷിക്കും. ഇപ്പോൾ ഒരു ഓഫീസ് കാര്യമാണ്, ഒരു വിഷയമാണ് നമ്മൾ പറയണമെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ സാധാരണ ജനങ്ങളുടെ പക്ഷം ചേർന്ന് നിൽക്കണമുണ്ട്. അവനറിവില്ലാത്ത ഒരു അറിവ് നമ്മൾ എത്തിച്ചു കൊടുക്കും, നിയമപരമായിട്ടുള്ളത്. അല്ലാതെ അവൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തമാശയിലൂടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. അല്ലെ ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യണോണ്ടാണ് ജനങ്ങൾ ഇത്രയും ഇതിനെ സ്നേഹിക്കണം. വെറുതെ ഒന്ന് ചിരിച്ച് ഹായിന്ന് കളയാതെ അതിലെന്തെങ്കിലും മനുഷ്യന് ഉപകാരപ്രദമായതാ, അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടാനാ, അല്ലെങ്കിൽ സർക്കാർ അധികാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഒക്കെ അതിൽ ചേർത്ത് വിളമ്പണോണ്ടാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറിയതും ആളുകൾ സ്വീകരിച്ചതും. അപ്പോൾ ഈ ഒരു സീരിയൽ അല്ലെങ്കിൽ സിറ്റ്കോം വിശേഷത്തിൽ നിന്ന് ഞാൻ ഒന്ന് ഓണം വിശേഷത്തിലോട്ട് പോവുകയാണ്. ചേട്ടന് രണ്ട് രീതിയിൽ ചേട്ടൻ്റെ ഓണത്തിന് ഞാൻ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മുടെ വാർഡ് മെമ്പർ ആയിരുന്ന ഒരു കാലവും മറുമയത്തിലേക്ക് വന്ന ഒരു കാലം. ഇതിലേതാണ് കുറച്ചുകൂടി ചേട്ടന് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ തോന്നിയ മൊമെന്റ്? ഞാൻ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ, പഞ്ചായത്തിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നാട്ടുകാരോടൊപ്പം കുടുംബശ്രീ പ്രവർത്തകർ, അതുപോലെ ഉള്ള ഓണാഘോഷ പരിപാടികൾ, നാട്ടുംപുറത്ത് ആഘോഷങ്ങൾ, അതിലൊക്കെ പങ്കുചേരാൻ പറ്റിയിട്ടുണ്ട് ഈ ഇത്രയും ജീവിതത്തിൻ്റെ അധികം സമയം. അതിനുശേഷം ഇപ്പോൾ ഈ മറിമായത്തിലൊക്കെ വന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ കുടുംബത്തിൽ ഒരാളെ പോലെ നമ്മളെ ചേർത്ത് നിർത്തുകയും എല്ലാത്തിലും പങ്കെടുപ്പിക്കാനും ഒക്കെ, പിന്നെ നമുക്ക് ഫാമിലിയായിട്ട് പോയിരുന്ന് നമ്മുടെ വിശേഷങ്ങൾ ജനങ്ങളോട് പറയാനും ഒക്കെ നമുക്ക് പറ്റണത് ഇപ്പോഴാണ്. അപ്പോൾ രണ്ടിനും രണ്ട് മുഖമുണ്ട്. ഇതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ എല്ലാവരും ഒക്കെ അംഗീകരിച്ച് സന്തോഷിച്ച് അങ്ങനെ പോണൊരു സന്തോഷം ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ നാട്ടുകാരോടൊപ്പം, കാരണം അവരുടെ ഭാഷയാണ് എൻ്റെ ഭാഷ, അവരുടെ ഗന്ധമാണ് എൻ്റെ ഗന്ധം. അപ്പം ആ നാട്ടിൽ ജനിച്ചത് കൊണ്ടാണ് എനിക്കിവിടെ ഇരിക്കാനും അതിലെത്താനും ഒക്കെ പറ്റിയത്. അപ്പം അതിൽ വേറൊരു സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ഇതിലും ആത്മാർത്ഥമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഫാമിലി കുറച്ചുകൂടി വലുതായതുപോലെ. അതെ. മറ്റത് നമുക്ക് ആ ഒരു പഞ്ചായത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു സലീം ഇപ്പൊ മലയാളികൾ ഉള്ളിടത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്യാരി ആയിട്ട് മാറിത്തീരാൻ കഴിഞ്ഞത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒരു സത്യവും നന്മയും ഉണ്ടായത് കൊണ്ടായിരിക്കും എന്ന് വിശ്വസിക്കണം. ഞാനൊന്നും തേടിപ്പോയിട്ടില്ല, എല്ലാം എന്നിലേക്ക് വരികയാണ് ചെയ്തത്. അതുപോലെ ഒരുപാട് കാശുണ്ടാക്കണമെന്നല്ല, അത് എത്തിപ്പിടിക്കണമെന്നൊന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും ഞാൻ എന്നെ അർപ്പിച്ച് നിൽക്കും. വളരെ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ അറ്റം വരെ, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അതിൽ അറ്റം വരെ നിൽക്കണതിന് കിട്ടിയ റിസൾട്ടായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നില്ലേ, അതായത് ഈ രണ്ടും രണ്ട് രീതിയിലുള്ളതാണ്, അത് ഓക്കെ മനസ്സിലായി. പക്ഷെ കുറെ കൂടി ഉത്തരവാദിത്വം ഉണ്ടാവാറുണ്ടായിരുന്നില്ല ഒരു ഓണക്കാലമൊക്കെ വരുന്ന സമയത്ത്? ആസ് ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരുന്നില്ല ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ? ഉത്തരവാദിത്തങ്ങൾ കൂടെ, അത് മുഴുവൻ നമ്മുടെ ചുമതലയിലാണ്. ഇപ്പൊ ഏറ്റെടുക്കാൻ പല നമ്മൾ ആ സമയത്ത് കുളിച്ച് വൃത്തിയായി അങ്ങോട്ട് ചെന്നാൽ മതി. മറ്റത് നമ്മൾ സ്റ്റേജ് കെട്ടണം, സൗണ്ട് ഏൽപ്പിക്കണം, അതിൻ്റെ സാങ്ഷൻ എടുക്കണം, ആളുകളെ വിളിച്ചു കൂട്ടണം, അതിന് അറേഞ്ച് ചെയ്യണം, അതിന് പൈസ ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് ചുമതലകൾ അന്നുണ്ടായി. പക്ഷെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യണം. കാരണം ഒരു നേതൃരംഗത്ത് അപ്പോഴും ഒരുപാട് ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുക, അതിനൊരു നേതൃത്വം കൊടുക്കാൻ പറ്റുക, അതിൽ ഭാഗവാക്കാന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ തന്നെ സന്തോഷങ്ങളും ഉണ്ട്. ഇതിലിപ്പോ ഉത്തരവാദിത്വം കുറവാണ്, സന്തോഷം കൂടുതലാണ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഫാമിലി ആയിട്ട് കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈം കൂടുതലായി. ഞാനൊരു ഫാമിലി മാനാണ്. ഞാൻ എവിടെ പോയാലും വൈകുന്നേരം വീട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എവിടെ പറഞ്ഞാലും ഞാൻ പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെത്തും. വൈഫും മക്കളും ഒക്കെ ആയിട്ട് ഒന്നിച്ച് നിൽക്കുകയും രാവിലെ എനിക്ക് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ ഒരു പവർ കിട്ടുന്ന എനർജി. എവിടെയെങ്കിലും ഹോട്ടലിലോ അവിടെ ഇവിടെയൊക്കെ കിടന്ന് രാവിലെ ചെന്ന് ഇതുപോലെ ചെയ്യണേലും ഭേദം രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു എനർജി കൂടുതലാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ചേട്ടാ, അതായത് ഇപ്പോൾ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ ചേട്ടൻ ഒരുപാട് ലുക്സ് പിടിക്കാറുണ്ട്. ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇതുണ്ടോ? അങ്ങനെ ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല. എന്നാലും യോയോ പിള്ളേരെ ഏറ്റെടുക്കാറുണ്ട്. എന്തെങ്കിലും ഒരു വിഗൊക്കെ വെച്ചിട്ട് ആ സൈസ് ഡ്രസ്സും ഒക്കെ ഇട്ട് യോയോ ചെയ്യണത് വൈറലാകാറുണ്ട് പലതും. അപ്പം അതിനോടൊരു ഇഷ്ടമുണ്ട്. പിന്നെ നോർമല് ചെയ്യണതിലും
റീച്ച് കിട്ടണത് മറ്റേ അത് വായി തോന്നി എന്തെങ്കിലും പറയാലോ, പറഞ്ഞാൽ മതിയല്ലോ. ഈ ഒരു സ്ലാങ്ങിൽ തന്നെ ചേട്ടൻ്റെ ഈ നാടൻ സ്ലാങ്ങിൽ തന്നെ ചേട്ടൻ പോകുമ്പോൾ അതൊരു ഫ്ലെക്സിബിലിറ്റിയാണ്, അതായത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ടോ? അതെ അതെ, ഇത് നമുക്ക് വേറെ ഒന്നും നോക്കണ്ടല്ലോ. ഇപ്പൊ നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴും ഞാനിപ്പോ അപ്പ മറുപടി തരുന്നില്ലേ, അത് ഞാൻ എന്തെങ്കിലും സംഭവിക്കുമോന്ന് ഓർത്തിട്ടാ. ഇത് കാണുന്നവര് എന്തെങ്കിലും ഒന്നുമല്ല, അത് നോർമലി നമുക്കങ്ങനെ വരണതാണ്. അപ്പൊ ഇതില് വേറെ ഇതില്ല. അല്ലെങ്കിൽ ഞാൻ നല്ല ഭാഷ സംസാരിക്കണമല്ലോ, എന്നാലല്ലേ എഡ്യൂക്കേറ്റഡ് ആയിട്ട് എന്നെ തോന്നുള്ളൂ എന്നൊക്കെ ഞാൻ ഓർക്കുമ്പോഴേ എനിക്ക് ബലം വന്ന. ഇതിപ്പോ എന്നെ അറിയണവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും അല്ലേ ഇത് കാണുള്ളൂ, അത് കേൾക്കുള്ളൂ. അപ്പൊ ഞാനായിട്ട് പറയണതല്ലേ നല്ലത്. അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാത്ത വല്ല ഇംഗ്ലീഷൊക്കെ ഇട്ട് അതൊക്കെ തെറ്റിപ്പോയി മാനം പോണേലും നല്ലത് അറിയാവുന്നത് വൃത്തിയായിട്ട് ചെയ്യണതല്ലേ. അപ്പോൾ രാവിലെ ചെന്ന ഏത് ക്യാരക്ടറാണെന്ന് പറഞ്ഞിരുന്നാലും ഇതിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലുവാണ്. നമ്മളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവും. കാരണം ഇത്രയും വർഷമായിട്ട് ചെയ്യാൻ നേരത്ത് അത് ടൈപ്പായി പോകരുതല്ല എന്നുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മളതിൽ കാണിക്കും. അപ്പോൾ ഒരു ചെറിയൊരു തയ്യാറെടുപ്പ് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതേ സ്ലാങ് വെച്ചുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒരു ടാസ്ക് കയറട്ടെ, ഒന്ന് ചെയ്യാവോ? അതിൽ ഞാൻ പുറകിലാണ് ഒന്ന്. അതായത് എനിക്ക് ആ പ്യാരിജാതൻ അതായത് ഇതേ സ്ലാങ്ങിൽ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. നാക്കുളുക്കുന്നേ അത് ആദ്യം എനിക്ക് നേരെ പറയാൻ പറ്റണം, അതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് സിറ്റുവേഷൻസ് തരാം. ആ സിറ്റുവേഷൻസിന് ചേട്ടൻ എന്തായിരിക്കും ചേട്ടൻ്റെ ആ മറുപടി എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഓണത്തിന് മാവേലി ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ചേട്ടൻ ചോദിക്കുകയാണ്, പ്യാരി എൻ്റെ സദ്യ എവിടെ എന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്തായിരിക്കും പറയുന്നത്? മാവേലി കയറിയിരിക്കും, ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായില്ല, എനിക്ക് വേറൊരു സ്ഥലത്ത് ക്ഷണമുള്ളതുകൊണ്ട് ഇവിടെ കഞ്ഞി വെച്ചിട്ടില്ല, എന്നാലും ഞാൻ എന്തെങ്കിലും ന്യായമായിട്ട് ചെയ്യാൻ കയറിയിരിക്കും, നമ്മളെ കയറ്റിയിരുത്തിയിട്ട് എവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊടുക്കും. പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പോണടുത്ത് കൂടെ കൊണ്ടുപോകും. മാവേലിയാണല്ലോ ഏറ്റവും സന്തോഷം ഓണത്തിന്, അല്ലേ? ഇപ്പോ ഇതിൽ ചെയ്യുന്ന എല്ലാവർക്കും അവരുടേതായ ഒരു രീതിയും ശൈലിയില്ലേ. അപ്പൊ മാവേലിയാണ് ഈ മർമായത്തിലൊരു ക്യാരക്ടറെങ്കിൽ പുള്ളി എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? ഞാനായാലാ? അപ്പൊ പ്യാരിയായിട്ടാണെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? അതിലൊരിച്ചിരി ബലമൊക്കെ വരുത്തും, കാരണം രാജാവാണല്ലോ. രാജാവ് ഈ ആദ്യം മാർക്കറ്റ് ഭാഷ പറഞ്ഞ ആളുകൾ എടുക്കൂല. നമ്മുടെ ലോകനാർക്കാവിലമ്മയാണ്. അങ്ങനെയൊന്നുമില്ല, ഒരിത്തിരി കൂടി പദം വരുത്തി നല്ല ഭാഷ പറയാൻ ശ്രമിക്കും. ഒന്ന് ഓണാശംസകൾ എന്തെങ്കിലും ആ ഒരു ടോണിലൊന്ന് പറയോ? എല്ലാ മലയാളികൾക്കും നോമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരിത്തിരി ഗൗരവം വന്നില്ല അപ്പൊ കുറച്ചൊരു ക്യാരക്ടറിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഇപ്പോ ചേട്ടന് ഒരാള്, അതായത് അല്ലെങ്കിൽ ഇപ്പൊ വൈഫ് വാങ്ങി തന്ന ഓണക്കോടി ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ചേട്ടൻ ചോദിക്കുകയാണ് ഇത് എന്ത് കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്റെ ഒരു ഫാഷൻ സെൻസേ ഇതിനില്ല. അത് ഞാൻ പറയില്ല. കാരണം ഒരാൾ ഇഷ്ടപ്പെട്ട് തരണത് നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കും. കാരണം അവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഇവനിത് വെറുതെ തന്നേക്കല്ലേ. അപ്പൊ നമ്മൾ അതിന് നമ്മുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ജോലിയെടുത്ത കാശിന് ആ ഇഷ്ടം നടത്താം, ഇത് സ്വീകരിക്കുക അവന്റെ മുമ്പിൽ വെച്ച്. നമുക്ക് ഇടാൻ ഇഷ്ടമില്ലേ, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സമ്മാനമായിട്ട് കൊടുക്കും. അതായത് എനിക്കിത് ഇഷ്ടമായി, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, അതൊന്ന് പറയാം. ഏത് നമുക്ക് അതായത് ഒരു ഡ്രസ്സ് എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടാ. ഞാൻ അന്വേഷിച്ച് നടന്നിട്ട് ഇത് കിട്ടിയിട്ടില്ല. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയത്? എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഞാൻ അത്രയും സന്തോഷത്തോടെ ഇത് സ്വീകരിക്കണം എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ചെന്നൈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഷൂട്ടിന് പോകണം. അപ്പൊ ഇങ്ങനെ സദ്യ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഒന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു ഇതിലിരിക്കുകയാണ്. അപ്പോഴുള്ള ഒരു അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ണണമെങ്കിൽ നമ്മ അതിന് പോകണമല്ല. അത് പോണം. എത്ര വയറ് പോകണില്ലെങ്കിലും നിരങ്ങി ആയാലും പോയി വണ്ടി കയറി അതിന് പോകും. കാരണം അതിന് പോയാലേ നമുക്കും കുടുംബത്തിന് ഇതുപോലെ വയറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നമ്മുടെ ക്ഷീണോ നമ്മുടെ ടെൻഷനോ നമ്മുടെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ നീ വിളിച്ചപ്പോ ഞാൻ വല്ല ടെൻഷൻ പറഞ്ഞ അത് പോരാന്നുള്ളൂ. അത് നമ്മുടെ പ്രൊഫഷനാണ്, നമ്മുടെ ജോലിയാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ വയറ് നിറഞ്ഞിരുന്നിട്ട് ഇപ്പൊന്നും ഞാൻ വരണില്ല, എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല എന്ന് ഞാൻ പറയില്ല. എനിക്ക് ടോണാ കേൾക്കേണ്ടത്. എടാ ഇവിടെ ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് എനിക്ക് എണീക്കാൻ പറ്റാതിരിക്കാണ്, വയറ് നിറഞ്ഞിട്ട്. ഞാൻ കിടക്കട്ടെ, നീ ഒരു 4 മണിയാകുമ്പോ വാ അന്ന് പറയും. അതുപോലെ സേഫ് ആണ്, ആരെയും വെറുപ്പിക്കുന്നില്ല, സേഫ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. അത് ഒരു സ്റ്റൈലിൽ പറയാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ എൻ്റെ ഒരു അഭിപ്രായത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് പറയുന്ന ആൾക്കാരാണല്ലോ മറിമായം ടീംസ്. അപ്പൊ ഇന്നത്തെ ഒരു കാലത്തെ ഒരു ഓണം നമ്മുടെ മാവേലി കാണുകയാണ്, അല്ലെങ്കിൽ ചേട്ടൻ്റെ കണ്ണിലൂടെ തന്നെ ചേട്ടനെ നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് തോന്നുന്നത് ആ ഒരു പഴയ കാലത്തിൽ നിന്ന് ഇപ്പോൾ? നമ്മൾ പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഓണത്തിന്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൂവിറുക്കാൻ പോവുകയും കൂട്ടുകാരോടൊത്ത് കളവിടുകയും ഒരു ഓണക്കോടിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ഓണസദ്യ ഉണ്ണാൻ ആഗ്രഹിക്കുകയും കുടുംബങ്ങൾ ഒത്തുചേരുകയൊക്കെ ചെയ്യണം. നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സന്തോഷമായിരുന്നു.
ഇന്നിപ്പോൾ ആർക്കും വേണ്ട പായസം. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോയാൽ ഏത് പായസം വേണമെങ്കിലും മേടിക്കാൻ കിട്ടും. എല്ലാ ദിവസവും ബിരിയാണി കിട്ടും. ഒന്നരാടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യണതാണ് ഫോണിൽ നിന്ന് ഇരുന്നിട്ട്. ഓണക്കോടിനോടൊന്നും ഒരു താല്പര്യമില്ല. അപ്പം നമ്മളുടെ ചെറുപ്പത്തിലൊക്കെ ഉള്ളൊരു ഗുഹാതുരത്വം നിറഞ്ഞൊരു ഓണം ഒന്നും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനില്ല. അവർക്ക് അവരുടേതായ സന്തോഷങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ പഴയതും ഈ പ്രാവശ്യം തട്ടിച്ച് നോക്കാൻ നേരത്ത് ഓണത്തിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഓണത്തിന് ആഗ്രഹിക്കണ ഒന്നും ഇപ്പോഴത്തെ ജനറേഷന് വേണ്ട. അവർക്ക് ദിവസവും ഓണമാണ്, ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലലില്ല. മറ്റത് വല്ല കൊല്ലത്തിൽ 2 ഉടുപ്പ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ആഴ്ചയിൽ 7 ഉടുപ്പ് ഇടണ കാലത്ത് ഓണക്കോടിനെ കുറിച്ച് പറഞ്ഞാൽ വല്ല വില ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ ഓണം എന്ന് പറഞ്ഞാൽ രാവിലെ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് നമ്മളെ ക്ഷണിക്കുകയാണ്. അവിടുത്തെ മാവേലി ആയിരിക്കും ഞാൻ. അവിടെ ചെന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്, അവരുടെ പൂക്കൾ ഇടാൻ സഹായിക്കുക, അവരോടൊപ്പം കളിക്കുക, അവിടെ നിന്ന് അന്ന് സദ്യ കഴിക്കുക. വൈകുന്നേരം ഒരു സ്റ്റൂളിൻ്റെ പുറത്തൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എല്ലാവരും കൂടി കൈകൊട്ടിപ്പാടി കളിക്കുക. അങ്ങനെയുള്ളൊരു വളരെ സന്തോഷകരമായ ഒരു ഓണമൊക്കെ ആയിരുന്നു അന്ന്. നമ്മൾ ഇതുപോലെ ഓണത്തിന് കൂടി നമുക്ക് എടുത്തു തരും വീട്ടിൽ നിന്ന്. അവരുടെ കൂടെയൊക്കെ പോകണ്ടല്ലേ. അപ്പം നമുക്ക് പഴയത് വേണ്ടല്ല എന്നോർത്ത് നമുക്ക് എടുക്കും. പക്ഷേ ഇത് തയ്ക്കാൻ കൊടുത്ത കടയിൽ കൊടുത്ത അന്ന് തൊട്ട് നമ്മൾ ഈ കടയുടെ മുമ്പിൽ കൂടി ഒന്ന് നടക്കും. കാരണം ഇത് എടുത്തിട്ടുണ്ടാന്ന് നോക്കാനേ. തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ള ഓണം. ഇപ്പോൾ മക്കളോടൊക്കെ ഈ സ്റ്റോറി പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ഓണക്കാലം, ഇങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരെ ആ ഒരു മൂല്യം അറിയിച്ച് വളർത്താൻ ശ്രമിക്കാറുണ്ട്? ഞാൻ പരമാവധി അങ്ങനെ ശ്രമിക്കാറുണ്ട്. കാരണം എല്ലാത്തിൻ്റെയും മൂല്യം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ മക്കൾക്ക്. ബുദ്ധിമുട്ട് അനുഭവിച്ച സമയം പറഞ്ഞു കൊടുക്കാറുണ്ട്. മനുഷ്യൻ്റെ ചേർത്ത് നിർത്തേണ്ടത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെയാണ് അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചേക്കണത്. ഒരു അമിതമായിട്ടുള്ള ഒരു ആർഭാടം ഞാൻ അവരുടെ മുമ്പിൽ കാണിച്ചിട്ടില്ല. അവരതിനെ ആഗ്രഹിച്ചിട്ടുമില്ല. അവനെ മനുഷ്യൻ്റെ വേദനയും സ്നേഹവും സന്തോഷവും ഒക്കെ ഉൾക്കൊണ്ടുള്ളൊരു ലളിതമായൊരു ജീവിതം ഞാൻ പകർന്നു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കടന്നു വന്ന വഴിയൊക്കെ ഒരു നാണോ ഇല്ലാതെ ഞാൻ അവരോട് പറയാറുണ്ട്. ഇപ്പോഴത്തെ ആളുകൾ ചിലപ്പോൾ അങ്ങനെ പറയണമെന്നില്ല. ഞാൻ ഏത് സ്റ്റേജ് ക്യാമറ എന്ത് കിട്ടിയാലും ഞാൻ വന്ന വഴി ഒരു മടിയും കൂടാതെ ഞാൻ പറയാറുണ്ട്. അപ്പം അത് അവർക്കത് മനസ്സിലായി ബോധ്യപ്പെട്ട പോലെയാണ് ജീവിക്കുന്നത്. തീർച്ചയായും എപ്പോഴും ഒരു പച്ചയ മനുഷ്യനായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മക്കൾ തിരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? അതായത് പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇത്? നേരത്തെയൊക്കെ മക്കളും വൈഫും ഒക്കെ നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റം, ഇപ്പം നമ്മളെ എപ്പോഴും അടുത്തറിയാവുന്നവർക്കാണ് നമ്മളുടെ എന്തെങ്കിലും മാനർസങ്ങളൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയൊക്കെ ചെയ്യണം. ഇപ്പം ദിവസവും കേൾക്കണ ഭാഷ, ദിവസവും നമ്മൾ കാണിക്കണ ചേഷ്ടകളൊക്കെ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില സ്ഥലം മോശമാകുന്ന നേരത്തെ എന്തിനാ അങ്ങനെ കണ്ണു മുഴിപ്പിക്കണത്, എന്തിനാ അവിടെ നിന്ന് അങ്ങനെ തലകാട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വിമർശിക്കാറുണ്ട്. അത് ശ്രദ്ധിക്കുകയും പിന്നീട് അത് ഇല്ലാതിരിക്കാൻ ശ്രമിക്കാറുമുണ്ട്. വിമർശകർ അവര് തന്നെയാണ് വീട്ടിൽ വരുമ്പോ. അതെ, നമ്മുടെ ഏറ്റവും വലിയ വിമർശകർ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അത് ആക്ടിങ്ങില് കുറെ ഇംപ്രവൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ചില നിപ്പും ചില ഇതും ചിലയിടത്തൊക്കെ നല്ല സെറ്റായി നിൽക്കേണ്ടടുത്ത് ചിലപ്പോൾ വന്ന് കൂനിയൊക്കെ നിന്ന് പോകും നമ്മൾ നോർമലാകുമ്പോൾ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ഈ ഒരു ഇത് നമുക്ക് സഹായകരമാകും. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, മറിമായം കാണുമ്പോൾ ഒരു ക്യാമറ എടുത്തങ്ങ് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ എന്താണോ അവർ നാച്ചുറലി അതങ്ങ് ചെയ്യുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മടുക്കാത്തൊരു പരമ്പരയായിട്ടാണ്. മടുക്കാതിരിക്കട്ടെ വർഷങ്ങളോളം. തീർച്ചയായിട്ടും ഇപ്പൊ ഈ പറയുന്ന പോലെ പുതിയ ആൾക്കാരും വരട്ടെ, നിങ്ങളെ ആരെയും റീപ്ലേസ് ചെയ്യാതെ തന്നെ ഇത് വരണമല്ലോ. ഇപ്പൊ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ എത്രയോ ആളുകൾ സീനിയർ ആയവരുണ്ടായതാണ്. ഇപ്പൊ നിങ്ങളൊക്കെ വന്നില്ലേ, അപ്പൊ അതുപോലെ എല്ലായിടത്തും ഉണ്ടാവും റീപ്ലേസിങ്. പുതിയ വരുന്ന ആൾക്കാരെയും പുതിയ വരുന്ന ആളുകൾ നന്നായി ചെയ്യട്ടെ. ഇപ്പൊ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞില്ലേ, അവരൊക്കെ പുതിയ ആളുകളാണ് വന്ന് അവർക്ക് അവസരം കിട്ടി നന്നായി ചെയ്യും. അവർ എസ്റ്റാബ്ലിഷ് ആയില്ല, അതുപോലെ ഓരോരുത്തർ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടൻ ഇവിടെ വന്നതിനും മറിമായത്തിന്റെ വിശേഷം അതോടൊപ്പം തന്നെ ഓണം വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചതിനും ഇത്രയും നേരം ഞങ്ങൾക്ക് തന്നതിനും ഒക്കെ ഒരുപാട് താങ്ക് യു. നല്ലൊരു ഓണക്കാലം ആവട്ടെ. ഞങ്ങളോടൊപ്പം ഈ ഓണം ഈ ഒരു ദിവസം ഞങ്ങളുമായിട്ടൊന്ന് വന്നിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ഹാപ്പി ഓണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും മറിമായൻ ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇവരോട് പറഞ്ഞാണ് എനിക്കങ്ങനെ അധികം പറയാനൊന്നുമില്ല, പറയാനുള്ളപ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധ ബുദ്ധിയോടുകൂടി ഓണത്തിന് ഇവരെ കൂടി ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ വരികയും എന്നെ കേൾക്കുകയും എന്നെ സഹിക്കുകയും ചെയ്ത നിങ്ങളോടും എൻ്റെ നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഓക്കെ, ഇതിൽ എനിക്ക് ഒരു കാര്യം ഒന്ന് പറയാനുള്ളത്, ഞാൻ ആദ്യം വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഞാൻ ഇപ്പൊ പറയേണ്ട എന്തിനാ, എന്നെ അങ്ങനെ വലിയ ഇതല്ല എന്ന്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പേഴ്സണലി അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഫോളോ അപ്പ് ചെയ്ത് ചേട്ടൻ വരുമെന്ന് ചോദിച്ചത്. ഒരുപാട് സന്തോഷം. ഇനി എനിക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. അപ്പൊ നമുക്കത് ജനങ്ങളോട് പറയാം. അപ്പൊ ഈ ഓണത്തിന് ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ പറ്റിയില്ല, എനിക്കും സന്തോഷം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, എല്ലാ മലയാളികൾക്കും എൻ്റെയും മറിമായൻ ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.